ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാജേന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മഹേന്ദ്രനും അച്ഛനും പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ രാജേന്ദ്ര എന്ന് വിളിച്ചപ്പം ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ, ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും മഹേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാടാ ഇത്രയും കാശുണ്ടാക്കിയത്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ, നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചില്ലേ, അത് മതി, അത് മാത്രം മതി. അപ്പോൾ നിൽക്കുകയാണ്. കാശിൻ്റെ കാര്യം നിങ്ങൾ വിട്ടുകളാ, പറയടാ, കാശ് എങ്ങനെയാണ് നീ സംഘടിപ്പിച്ചത്? പറ. നിന്നോട് ചോദിച്ചിട്ടില്ലേ, നിൻ്റെ ഈ ചിരിക്ക് പിന്നിൽ വല്ലാത്തൊരു സങ്കടം അത് മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. എന്താടാ, എന്താണെങ്കിലും നീ പറയുക, ഉള്ളി നീ കരയാണെന്നും എനിക്കറിയാം. എവിടുന്നാ നീ പണം ഉണ്ടാക്കിയത്? ഞാൻ പറയാം എന്ന് പറഞ്ഞു കേട്ടോ. ജനിക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ എനിക്ക് എഴുതി തന്ന ആ മണ്ണ് അത് ഞാൻ വിറ്റുടാ, അത് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. എൻ്റെ തോട്ടം, എൻ്റെ വിയർപ്പും എന്താ പറയുക, എൻ്റെ അധ്വാനവും ചോരയും ഒക്കെ വീണ ആ തോട്ടം ഞാൻ വിറ്റു മഹേന്ദ്ര. ഇഷ്ടത്തിനായിരുന്നു കൊടുത്തത്, ഒന്നും നോക്കിയില്ല, ഞാനതങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് എൻ്റെ മക്കളുടെ സന്തോഷം തന്നെയാടാ വലുത്, അതുകൊണ്ട് ഞാനതങ്ങ് കൊടുത്തു. നല്ല വരുമാനം കിട്ടുമായിരുന്നു അതിൽ നിന്ന്, പക്ഷേ അതൊന്ന് നഷ്ടപ്പെട്ടു മഹേന്ദ്ര, ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എൻ്റെ മണ്ണ് ഞാൻ കൈവിട്ടു. പലപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചു, അത് എങ്ങനെയാ, മണ്ണാണോ അതോ മക്കളാണോ വലുതെന്ന്. അപ്പോൾ മക്കൾ തന്നെയാണ് വലുതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് നഷ്ടപ്പെടുത്തി. കുഴപ്പമില്ല എടാ, നീ അത് വേണ്ടിയിരുന്നില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കാതിരുന്നില്ല അറിഞ്ഞാൽ എന്ന് പറഞ്ഞു. എനിക്കറിയാം, നീ എനിക്ക് തരാനുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞാനത് ഒരിക്കലും വിൽക്കാൻ അനുവദിക്കില്ലായിരുന്നു. സാരമില്ലടാ, നീ അതോർത്ത് വിഷമിക്കണ്ട, നീ കാശ് വേണ്ടെന്ന് വരും, പക്ഷേ പ്രഭാവതി അവരുടെ കാര്യം അറിയാമല്ലോ. അപ്പം മഹേന്ദ്രന് മിണ്ടാട്ടമില്ല. എന്ത് ചെയ്യാൻ പറ്റും? എത്ര കാലം മക്കളെ വീട്ടിൽ നിർത്താൻ പറ്റും? അത് നടക്കുമോ? ഇല്ല, ഇനിയും അപമാനിതനായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് മഹേന്ദ്ര. നഷ്ടം വന്നു, സാരമില്ല, എന്നാലും എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിപ്പുണ്ടല്ലോ, ഈ തീരുമാനം ശരിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് സന്തോഷമായി. അവർ സ്നേഹിക്കുന്ന അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പം കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം മറ്റെന്താടാ അവർക്കുള്ളത് എന്ന് ചോദിച്ചു. ഇത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. പ്രഭാവതീനെ എനിക്ക് നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ല, എനിക്ക് അതിൻ്റെ കുഴപ്പം അത്. അല്ലാതെ എന്ത് പറയാനാ, നിന്നോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലല്ലോടാ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. നിന്റെ മണ്ണ് നഷ്ടപ്പെടാനും കാരണം ഞാനാ. എടാ, നീയാ മണ്ടത്തര വിളിച്ച് പറയില്ലേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിനക്കെന്തിനാ കുറ്റബോധത്തിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. അതൊക്കെ വിട്ടുകളാം. തോട്ടം വിറ്റ കാര്യം മക്കളും മരുമക്കളും ഒന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം പറയുകയും വേണ്ട, എന്തിനാ വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? എന്നാ പിന്നെ നീ വിഷമിക്കാതിരിക്കടാ. പിന്നെ ഇതൊന്നും പ്രശ്നമല്ലടാ, എനിക്ക് ആരോഗ്യവും മനക്കരുത്തും ഒക്കെ ഉണ്ട്, ഇനിയും സമയമുണ്ട്, ഞാനതെല്ലാം വീണ്ടെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞു പോവാണ്. ഭയങ്കര സങ്കടമായിട്ടോ ശരിക്കും മഹേന്ദ്രന്. പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ്. ആൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് 2024 ട്രോഫിയും പിടിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ആലോചിച്ച് അപ്പം മീനുവിനും അർജുനും കൊടുത്ത നിമിഷത്തെക്കുറിച്ചൊക്കെയാണ് ആൾ ആലോചിക്കുന്നത്. മീനു റൂമിലേക്ക് വന്നപ്പം ഇതും പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. മീനു വാതിലടച്ചു, അകത്തേക്ക് കയറി വന്നു. ഇതൊന്നും ആളറിഞ്ഞിട്ടില്ല, ആളേതോ ഒരു സ്വപ്ന ലോകത്താണ്. അപ്പം മീനു അങ്ങോട്ടേക്ക് വന്നു. താൻ വന്നിട്ട് കുറേ നേരമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, മീനു വന്നത് ഞാൻ അറിഞ്ഞേയില്ല. അതെങ്ങനെയാ? അർജുൻ ട്രോഫിയും പിടിച്ച് ഏതോ ഒരു ലോകത്തായിരുന്നല്ലോ, എന്താ ആലോചിച്ചത്? വേറെ എന്താ ആലോചിക്കാൻ, നിന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചത്. എന്നെക്കുറിച്ചോ? അതെന്താ ആലോചിച്ചത് എന്ന് ചോദിച്ചു. അപ്പം മീനു ഇങ്ങനെ നിൽക്കുകയാണ്. അതേന്നേ, മറ്റൊന്നുമല്ല, മൂന്നാറിലെ റിസോർട്ടിലുണ്ടായ കുറച്ച് സംഭവങ്ങളില്ലേ, അതേക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തു. ഒടുവിൽ മികച്ച കപ്പിൾസിനുള്ള അവാർഡും കരസ്ഥമാക്കി. അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു അല്ലേ മീനു? എത്രമാത്രം സന്തോഷിച്ചു നമ്മൾ. അത് കഴിഞ്ഞ് പക്ഷെ തിരികെ വീട്ടിലെത്തിയപ്പോഴോ? അതൊക്കെ വിട്ടുകള അർജുൻ, അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു.
ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വരും എന്നല്ലേ പറയണത്. ദുഃഖമില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വില മനസ്സിലാവില്ല. പിന്നെ ദുഃഖവും വേണം ജീവിതത്തിൽ. ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ടെങ്കിലേ പറ്റൂ നല്ലതും ചീത്തയും മനസ്സിലാക്കാനും ജീവിതത്തിൽ മുന്നേറാനും. ഇത് രണ്ടും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി മാറി വരും. നമുക്ക് സന്തോഷം തന്ന ദൈവത്തിന് നന്ദി പറയണം. ദുഃഖം തന്നാൽ നാളെ നമുക്ക് സന്തോഷം തരും, അത് ഉറപ്പാ. അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ വിഷയം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേങ്കിൽ അച്ഛൻ കൃത്യസമയത്ത് കാശുമായിട്ട് വന്നത് ഭാഗ്യമായി. അത് നേരാ നീ പറഞ്ഞത്, ശരിയാ. ഇന്ന് മാമൻ്റെ എൻട്രി ആയിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി മാമൻ വന്നില്ലായിരുന്നെങ്കിലും നിങ്ങളെയൊക്കെ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഞാനും ഗൗതവും അതിന് വിടില്ലായിരുന്നു. ഞങ്ങൾ എവിടെ ജീവിക്കുന്നോ അവിടെ നിങ്ങളും ഉണ്ടാവുമായിരുന്നു. അതെനിക്കറിയായിരുന്നു എന്ന് മീനു പറഞ്ഞു. പാവം മാമൻ ഇത്രയും കാശ് എങ്ങനെയാണാവോ സംഘടിപ്പിച്ചത്. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വിഷമം തോന്നുക എന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചു. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കയറി, അതിലും സന്തോഷമുണ്ട്. പക്ഷേ മാമൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് മീനു. സാരമില്ല അർജുൻ, നമുക്ക് പെൺമക്കളുടെ അച്ഛൻ അങ്ങനെ ആവണം എന്ന് മാമനെ കണ്ടു പഠിക്കണം. എനിക്ക് ശരിക്കും ആരാധന തോന്നും അദ്ദേഹത്തോട്. നമുക്ക് മാമനെ ചെന്ന് കാണണം. പിന്നെ 2 ദിവസം അവിടെ നിന്ന് മാമൻ്റെ കൂടെ കഴിയുകയും ചെയ്യണം. ഏതായാലും കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ. ശരി, പോവാം നമുക്ക് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സമയം കുറേയായി, നമുക്ക് കിടക്കണ്ടേ എന്ന് ചോദിച്ചു. അർജുൻ കയറി കിടന്നു. മീനു ആണെങ്കിൽ തന്നെ പൊക്കിയെടുത്തോണ്ട് ആ നടന്ന കാര്യവും തോളെ തൂങ്ങിക്കിടന്ന കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തേ കിടക്കണില്ലേ? കിടക്കുക, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ അഖില കിച്ചണിൽ കയറി എന്തൊക്കെയോ പാചകം ചെയ്യാണ്. അപ്പോഴാണ് മീനു അങ്ങോട്ടേക്ക് പറഞ്ഞത്. എടി, നീ എന്തേ കാണിക്കുന്നത്? എന്ത് ധൈര്യത്തിൽ അടുക്കള കയറിയത്? അമ്മ എങ്ങാനും കണ്ടാൽ ശരിക്കും വഴക്കം ഉണ്ടാക്കും. വഴക്ക് പറയണമെങ്കിൽ വരട്ടെ, തിരിച്ചു ഞാൻ കൊടുക്കും. അഖില വേണ്ട, അതിന് നമ്മളിവിടെ അന്യരൊന്നും അല്ലല്ലോ അവിടെ കയറരുത് ഇവിടെ കയറരുതെന്ന് പറയാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ കാഞ്ചന അവിടെ ഫോണൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ അഖില കണ്ടു. ആഹാ, എന്താ അമ്മയെ നമുക്കെതിരെ കുത്തി വിടുന്നത് മുഴുവൻ ഇവരാ. എന്തെങ്കിലും ഒരു പണി അങ്ങ് കൊടുത്താലോ? ചുമ്മാതിരിക്കടി എന്ന് പറഞ്ഞു. നമ്മൾ ടൂറിന് പോയത് അമ്മയെ അറിയിച്ചതും പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ തള്ളിവിട്ടതും ഒക്കെ ഇവരാ. നമ്മൾ പാവങ്ങൾ ഒന്നും തിരിച്ചു പറയില്ല എന്ന ധൈര്യത്തിലാണ് അവർ ഈ കളി മുഴുവൻ കളിക്കണത്. ആ ധാരണ നമുക്കൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊട്ടച്ചുക്കാതി എന്ന് വിളിച്ചു. അപ്പം കാഞ്ചന ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും നോക്കുകയാണ് കേട്ടോ. അപ്പം മിണ്ടാതിരി മീനു ചേച്ചി എന്ന് പറഞ്ഞു. മീനുവിനെ കണ്ണടച്ച് കാണിച്ചിട്ട് അഖിലേറ്റു. ഹലോ, ഇവിടെ എന്ന് പറഞ്ഞു. ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നിന്നു. ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന പതുക്കെ ഇതേണ്ട അകത്തേക്ക് കയറി വരികയാണ്. എന്താടി എന്നെ വിളിച്ചത്? അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ നിന്റെ ചേച്ചിയാ, അനിയത്തിയല്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അതെയോ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചോളാം. നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് റെസ്പെക്റ്റ് മതി. ഇയാളെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ബഹുമാനമൊക്കെ ഞാൻ കണ്ടതാ. അഖില ഒന്നും മിണ്ടാതിരിക്കും ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? രാവിലെ തന്നെ പാട്ടും പാടി നടക്കാതെ അടുക്കളപ്പണി ചെയ്തേ. എന്നോട് ആജ്ഞാപിക്കാൻ നീ വളർന്നോ? വളർന്നു. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അടുക്കളയിൽ കയറിയത്? അമ്മ എങ്ങാനും കണ്ടാലുണ്ടല്ലോ, അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അടുക്കളയിൽ കയറരുതെന്ന്. അതെയോ? ഞങ്ങളെ ഇവിടുത്തെ മരുമക്കളാ, അതുകൊണ്ട് കയറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. എവിടെ വേണമെങ്കിലും കയറും, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ? വിളിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ അടുക്കളയെ തുടച്ചൊന്ന് വൃത്തിയാക്ക്. എന്താന്ന് വെച്ചാലേ മൊത്തം പൊടിയായിട്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് കാലം ഇല്ലാതിരുന്നതിൻ്റെ ദോഷം ഇവിടെ കാണാനുണ്ട്. ഇവിടെ തൂത്തുവാരലും തുടക്കലൊന്നും ഇല്ലല്ലേ? എടി, എന്നോട് ഇതൊക്കെ പറയാൻ നീ ആരെടി? ഞങ്ങളോട് ഇതൊക്കെ പറയാമെങ്കിൽ അങ്ങോട്ടും പറയാം. കുറേ പറഞ്ഞതാണല്ലോ നിങ്ങൾ എന്ന് ചോദിച്ചു. അഖില നീ മിണ്ടാതിരി എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് മിണ്ടാതിരി, പറഞ്ഞത് ചെയ്യാം. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എടി എന്ന് ചോദിച്ചു. അഹങ്കാരം തന്നെയാ എന്ന് പറഞ്ഞു. കാഞ്ചന എൻ്റെ കയ്യെ അടിക്കാനായിട്ട് കൈ ഓങ്ങി. ഒന്നും നോക്കിയില്ല, അഖില കയ്യെ പിടിച്ച് നല്ല തിരിയങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് വിടെന്ന് പറഞ്ഞ് മീൻ വിടിയിച്ചു. നീ അത്രയ്ക്കായോടി, കാണിച്ചു തരാൻ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു. പിന്നെ കാണിക്കാതിരിക്കുന്നു. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവുകയാണ്. അപ്പോഴാണ് നമ്മുടെ മുത്തച്ഛൻ അങ്ങോട്ട് വന്നത്. എന്താ കാഞ്ചനെ, എന്തിനാ അമ്മയെ വിളിക്കണത്? പ്രഭാവതി കുളിക്കാം.
ദേ ഇവളെന്നെ കൈ പിടിച്ച് തിരിച്ചോ. എന്നെ തല്ലാൻ പിടിച്ചപ്പോഴത്തേനും ഞാൻ തിരിച്ചതാ മുത്തശ്ശ. ആ അതേതായാലും നന്നായി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവളെ നാറി ആകെ നാണം കെട്ടു. അല്ല എന്താ ഇപ്പം ഇവിടെ പ്രശ്നം? മുത്തശ്ശ, ഞങ്ങൾ അടുക്കള ജോലി ചെയ്യാം. ഞാൻ ചേച്ചിയോട് ഈ പെരയ്ക്കാവൊന്ന് തൂത്തിടാൻ പറഞ്ഞു. തറ തുടയ്ക്കാൻ പറഞ്ഞതിനാ ഇപ്പം ഇത്രയും വലിയ പ്രശ്നം. മുത്തശ്ശനൊന്ന് നോക്കിയേ, നിറയെ പൊടി. എത്ര നാളായി തറ തുടച്ചിട്ട് മൊത്തം പൊടികളാ. ആ ശരിയാണല്ലോ പറഞ്ഞത്. കാഞ്ചനെ, തറ തുടയ്ക്കാം. എനിക്കൊന്നും വയ്യ, ഇവരോട് പറ. ആഹാ, അവര് ജോലി എടുക്കുന്നുണ്ടല്ലോ, നീ ഇത് ചെയ്യ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല. ചെയ്യാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ചു. ചെന്ന് ബക്കറ്റും വെള്ളം എടുത്തോണ്ട് വാടി. പിന്നെ വേറെ വഴിയില്ല. അപ്പം വേഗം ചെന്ന് ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. ദേ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും, തറ നല്ല പളാന്ന് മിന്നണം, മനസ്സിലായല്ലോ, ഒരു പൊടി ഉണ്ടാവാൻ പാടില്ല. അപ്പം മുത്തശ്ശൻ അങ്ങ് പോയി. ആ സമയത്ത് ആഹാ എന്താ രസം. ഇതാ പറഞ്ഞത് കേട്ടല്ലോ, വേഗം തുടച്ചോ, തറ പളാന്നിരിക്കണം എന്ന് അഖിലയും. അപ്പം ഇത് കണ്ടിട്ട് മീനൂനും ചിരി വരുന്നുണ്ട് കേട്ടോ. കാഞ്ചന തറ തുടയ്ക്കാനും തുടങ്ങി. ഇത് കണ്ടിട്ട് പാട്ടൊക്കെ പാടി ആളിങ്ങനെ നിൽക്കാം. അയ്യോ ഇതേണ്ട ആ സൈഡിലും ഉണ്ട്. എടി അഖിലേ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരുന്നുണ്ടടി എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് തറയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് ആൾ ക്ഷീണിച്ചു വന്നിരിപ്പാണ്. ഇപ്പോഴാണ് നമ്മുടെ പ്രഭാപതി കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതിന് വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്താ എന്ന് ചോദിച്ചു. അല്ല അമ്മേ, ഞാൻ ഈ വീട്ടിൽ നിൽക്കണോ പോണോ? എന്താടി പ്രശ്നം? ഞാനിവിടെ താമസിക്കണമെങ്കിൽ രണ്ടിനെയും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. ആരെ? മീനുനെയും അവളുടെ അനിയത്തി അഖിലയെയും, മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ ഇനി എങ്ങനെ പുറത്താക്കോ? അവരുടെ അച്ഛൻ കടം വീട്ടിയില്ലേ, എങ്ങനെയാണെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റൂ. അല്ലെങ്കിൽ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. ഇപ്പം എന്താ ഉണ്ടായത്? ഇതിലും വലുതിന് എന്തുണ്ടാവാനാ? അതെ, അവൾ എത്ര ഭയങ്കരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആര്? അഖില. അതിനിപ്പോൾ എന്താ? അവൾ എന്നെ എന്താ വിളിച്ചെന്നറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? കൊട്ടൻ ചുക്കാതിന്ന്. അതൊരു ആയുർവേദ തൈലമല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്നോട് അവൾ അടുക്കള വൃത്തിയാക്കാൻ പറഞ്ഞു, തറ തുടയ്ക്കാൻ പറഞ്ഞു. അറിയോ? അത്രയ്ക്കയ്യോ അവള്. എന്നിട്ട് രണ്ടെണ്ണം കൊടുക്കേണ്ടി അവള്. കൊടുക്കാൻ നോക്കിയപ്പോൾ തന്നെ കൈ പിടിച്ച് തിരിച്ചു. പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കാനാ? ഇപ്പോഴും കൈവേദന മാറിയിട്ടില്ല. എന്നാലേ കൊട്ട ചുക്കാതി തൈല് തേച്ചാൽ മതി. എന്നെ കളിയാക്കാണോ? പിന്നല്ലാണ്ട്. നാണോടോടി നിനക്ക്? അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. മുത്തശ്ശൻ വന്ന് എന്നെ കൊണ്ട് തറ മുഴുവൻ ഉടപ്പിച്ചു. അവളുടെ മുന്നിൽ വെച്ചാൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. ആകെ നാണക്കേടായി. അവരെന്നെ വില വെക്കുവോ? പെണ്ണെ, നിന്ന് മോങ്ങാതെ അവരെ ഇവിടുന്ന് ഓടിക്കാനുള്ള വഴി നീ പോയി നോക്കാം. നീ അഞ്ജലിയെ വിളിച്ച എന്തെങ്കിലും ചെയ്യേ. അതിന് അവൾ ജയിലല്ലേ അമ്മേ? ശരിയാണല്ലോ, ഞാൻ അതങ്ങ് മറന്നുപോയി. എന്താ ഇപ്പം ചെയ്യാ? അതെ, നീ അല്ല ഇവിടുന്ന് പോകേണ്ടത്, അവർ രണ്ടുപേരുവാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ എൻ്റെ കൂടെ വേണമെന്നാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി നീ ഇപ്പോൾ നിൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിലേക്ക് പോയി എന്നൊന്ന് കരുതുക. ഇവിടെ പേടിച്ചിട്ടാണ് പോയതെന്ന് ഇവർ പറയും. അത് നാണക്കേടാ. അതുകൊണ്ട് ഒരു കാരണവശാലും പാടില്ല. അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അവരെ അടർത്തി മാറ്റി ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനെന്തെങ്കിലും പുതിയ സൂത്രം പ്രയോഗിച്ചേ പറ്റൂ. എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ അവരിവിടുന്ന് പോണം. എടി മോളെ, നീ തന്നെ ആലോചിച്ചൊരു വഴി കണ്ടെത്താം. അമ്മയുണ്ട് നിൻ്റെ കൂടെ, ഓക്കെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പ്രഭാവതി അങ്ങോട്ടേക്ക് പോവാണ്. ആ അഞ്ജലി എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. മുമ്പത്തേക്കാൾ അപകടകാരി അവളെ ഒന്ന് കിട്ടണം, ഒന്ന് തള്ളി വിട്ടാൽ മതി. രണ്ടിൻ്റെയും കാര്യം അവൾ നോക്കിക്കോളും എന്നൊക്കെ ഓർത്തിങ്ങനെ നിന്ന സമയത്ത് പിന്നെ കാണുന്ന അഞ്ജലിനെയാണ്. അപ്പം അഞ്ജലി ഇത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും കൂടെയുണ്ട്. അച്ഛൻ ജയിലിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.